തങ്ങളെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് കുഞ്ഞിക്കാദറിനെ കാത്തിരുന്ന ഖദീജയും ആയിഷയും കുഞ്ഞിക്കാദറിന്റെ തിരിച്ചുവരവറിഞ്ഞ് സന്തോഷിക്കുന്നു. പക്ഷേ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ദരിദ്രനായി തിരിച്ചെത്തിയ കുഞ്ഞിക്കാദറിനെ സ്വീകരിക്കാൻ ഇരു ഭാര്യമാരും തയ്യാറായില്ല. എന്നാൽ തഴയപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ഖാദർ പരിഹാരം തേടി പഞ്ചായത്തിലെത്തി ഭീഷണി മുഴക്കി. നിവൃത്തിയില്ലാതെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഖാദറിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടു. അയാളെ ഭാര്യമാരെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ ഒരുക്കിയ തന്ത്രങ്ങൾ പൊളിഞ്ഞപ്പോൾ കുഞ്ഞിഖാദർ കോടികളുടെ സമ്പാദ്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം തുടങ്ങി. അപ്പോഴേക്കും തനിക്ക് കോടികൾ സമ്പാദ്യമുണ്ടെന്ന് ഖാദർ വെളിപ്പെടുത്തി. അതോടെ ഭാര്യമാർ ഖാദറിനെ സ്വന്തമാക്കാൻ മത്സരം തുടങ്ങി. തുടർന്ന് കാണുക. പാപ്പ ഇതുവരെ കണ്ടില്ലല്ലോ. ഒരു കാര്യത്തിന് പോയതല്ലേ, 1-2 രൂപയില്ലല്ലോ, കോടിക്കണക്കിന് രൂപയുടെ കാര്യമല്ലേ. അപ്പൊ കുറച്ച് താമസമൊക്കെ വരും. എന്നാലും ഇത് വല്ലാത്തൊരു താമസം തന്നെയാണ്. പാപ്പ ഇനി 1 ലക്ഷം രൂപയായിട്ട് മുങ്ങിയതാണോ? നമുക്ക് സ്വന്തം ബാപ്പയെ പറ്റി എങ്ങനെയൊന്നും പറയാതടാ. എന്റെ ബാപ്പ ആയതുകൊണ്ടാണ് എനിക്ക് പേടി. ആ ഉമ്മാന്റെ കാശും കൊണ്ട് മുങ്ങിയോന്ന്. നിനക്ക് നിന്റെ ബാപ്പയെ കുറിച്ച് എന്തറിയാം? എന്റെ ഇക്ക വളരെ നല്ലവനാ. പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരിളക്കം. ഓ, അത് കുടുംബമായിട്ട് അങ്ങനെയാ, പാരമ്പര്യ രോഗമാ. അല്ലെങ്കിൽ എന്നെ ഇട്ടേച്ച അവളെ പോയി കെട്ടുമായിരുന്നു. പാപ്പാടെ കയ്യിൽ 1 ലക്ഷം രൂപ, പാപ്പാനാണെങ്കിൽ കാണാനുമില്ല. ആകെപ്പാടെ ഒരു സംശയം. പിന്നെ കോടിക്കണക്കിന് രൂപ സ്വന്തമായിട്ടുള്ള ആളാ. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ അങ്ങനെ പുല്ലാടാ, പുല്ല് കേട്ടോ. എന്നെ പോലെ ചില മണ്ടന്മാരെ ചില സത്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അല്ലോ, ഇനിയിപ്പോ അവളുടെ അടുത്തേക്ക് പോയതായിരിക്കോ? അപ്പൊ കാശ് മൊത്തം അവള് കൊണ്ടുപോവോ? അല്ലോ, ഞങ്ങേരെങ്ങനെ ഓളുടെ അടുത്ത് പോയിട്ടുണ്ടാവും എന്തോ. അങ്ങനെ സ്വഭാവം വെച്ച് നോക്കിയാ പോവും. പെണ്ണുങ്ങളൊന്ന് നീ ഇങ്ങനെ അടിച്ചാ മതി, അപ്പൊ പൊയ്ക്കോളും. എന്റെ സംശയം അതൊന്നും അല്ലുമ്മ. ഇന്ന് കടയിൽ ഒരാൾ ഒന്നൊന്ന് പറഞ്ഞില്ലേ, വാപ്പാനെ തിരക്കി. അയാള് വാപ്പാന്റെ കൂട്ടുകാരനാണെന്നാണ് പറഞ്ഞത്. എടാ, ബാപ്പാക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, വലിയ വലിയ ആൾക്കാര്. പക്ഷേ വന്ന ആളൊരു CBI ലുക്കുണ്ട്. നിന്നെ തൊട്ടിലിട്ടാണോ CBI-ലിട്ടാണോ വളർത്തിയത്? പറയടാ. വാ തുറന്നവനുണ്ട് CBI. ഇനി CBI സിനിമ കണ്ട അന്നെ ഞാൻ വെട്ടി നിർക്കും, പറഞ്ഞേക്കാം. അതല്ലുമ്മ, അയാളുടെ നടപ്പ് അങ്ങനെയായിരുന്നു. അസല് CBI. എനിക്ക് ചില സംശയങ്ങളില്ലാതില്ല. പോയിക്കിടന്നുറങ്ങണ, പോയിക്കിടന്നുറങ്ങ. മനുഷ്യരുടെ വിഷമിച്ചിരിക്കുമ്പോഴാ അവനൊരു CBI. പോടാ. അങ്ങേടെ അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങണ്ടാവും. ഖദീജ പോത്ത്. അല്ലോ, ഇക്ക, ഇക്ക, അയ്യോ എന്റെ പൊന്നിക്ക, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചത്? ദാ വരണമെന്ന് പറഞ്ഞ് പോയ ആളല്ലേ, ഇപ്പോഴല്ലേ കാണുന്നേ? എന്താ പറ്റിയേ? അവളെന്തെങ്കിലും കൂടോത്രം ചെയ്താ? കരിനാക്കുകാരിയാണ്. കഴിഞ്ഞെങ്കിൽ നമ്മൾ നിന്നോട് സന്തോഷ വർത്താനം പറയട്ടെ. എന്താ? ഓളെ നമ്മള് മൊയ് ചൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങള് വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. പഠിച്ചോനെ, എന്റെ ഒരു കളി. ഞമ്മക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയണ്ടേ? പറയക്ക, കേക്ക, നമ്മള് കാത്തിരിക്ക. ഞമ്മളെ ബാപ്പാക്ക് കൊയ്ഞ്ഞാമ്പാറയിൽ ബന്ധമുള്ള കാര്യം എനിക്കറിയോ? ഇല്ലല്ലോ, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. എന്നാ ഈ അറിഞ്ഞോ? അങ്ങനെ ഒരു സംഗതി ഉണ്ട്. കൊയ്ഞ്ഞാമ്പാറയിൽ കീയേ മേപ്പറമ്പിൽ സൈനബ എന്നാണ് ഞമ്മളെ ബാപ്പാന്റെ അവിടുത്തെ കുട്ടിയുള്ള പേര്. അതില് ബാപ്പാക്ക് ഒരു മോനുണ്ട്, ബീരാൻകുട്ടി. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ വരെ അതും ഇതൊക്കെ പറഞ്ഞിരുന്നു, നേരം വെളുക്കുന്നവരെ സംസാരിച്ചിരുന്നു.
4 മണിയായി പിരിഞ്ഞപ്പം അതാണ് നമ്മൾ ഇവിടെ തന്നെ കയറി കിടന്നത്. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. എന്നെ വിളിക്കായിരുന്നു. അതൊക്കെ പോട്ടെ, വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. എന്താ? നമ്മളെ ബാങ്കിലെ മറ്റേ കായില്ലേ, 57 കോടി. ഈ 57 കോടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി 1 ലക്ഷം രൂപ അങ്ങോട്ട് അടച്ചപ്പോൾ അറിയണത് അത് പോരാന്ന്. 1.5 കൂടി അടക്കണം. അതിന് ഇനി ഒരു 50,000 കൂടി വേണം. അല്ലോ, ഇനിയും കാശ് വേണോ? ആ പണം ബീരാൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, ഇനി പുതിയ സഹോദരനെ തേടി പോണ്ട. അങ്ങനെ പോയാലേ പണം വരുമ്പോ അയ്യാക്കൂടെ കൊടുക്കണ്ടേ? 1ഉം 2ഉം അല്ല, 57 കോടിയാണ് കിട്ടാൻ പോകുന്നത്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ മൂപ്പര് കായ് എന്നില്ല നമ്മൾ എന്ത് ചെയ്യും? അതിനല്ലേ തടിപ്പാലം പോലെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. 50,000 റുപ്യന്റെ കാര്യല്ലേ നമ്മൾ തരും. കായ്ച്ച മുത്തേ, നീ ഇപ്പൊ തന്നെ എനിക്ക് എത്ര കായ് വന്നിട്ടുണ്ട്. എന്തിനാ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എന്റെ മുത്തിന് തിരിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് പറയും? വേറൊന്നും വേണ്ട, ഇക്ക മുമ്പ് പറഞ്ഞ പോലെ ആ ഉരുമ്പട്ടുള്ള മൊഴി ചൊല്ലിയാ മതി. അത് നമ്മൾ പണ്ടെടുത്ത തീരുമാനമല്ലേ. എന്റെ മുത്തിന് വേണ്ടി ഓളെ ഞാൻ മൊയ്യൊല്ലും ഉപേക്ഷിക്കും. അതെ, അവളെ മൊയ്യൊല്ലിട്ടെ എനിക്ക് പെട്ടെന്ന് പോണം. ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരാം. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോ ബാങ്കിൽ ചെല്ലുമ്പോളേ ഉദ്ദേശം എത്ര കോടി? ഒരു 1.5 കോടി മതിയാ? 1.5 കോടി ഇങ്ങ് പോരട്ടെ. 1.5. നമുക്കേ ഈ ഓണം കയറാൻ മൂലം അങ്ങ് പോകാം. നമ്മൾ ഓളെ പോയി മൊയ് ചെല്ലിട്ട് വരാം. നീ ആ ചെക്ക് എടുത്തോണ്ടോ? നിങ്ങൾ പോയിട്ട് വാ. നമുക്ക് തലാക്ക്, ഐഷാക്ക് തലാക്ക്, തലാക്കിന്റെ അവലംഘനി. ഓളെ മൊഴി ചൊല്ലി ഓളുമായിട്ടുള്ള ബന്ധം നമുക്ക് അവസാനിപ്പിക്കണം. അത് നമ്മൾ എപ്പോഴേ തീരുമാനിച്ചു. അല്ല, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? രാത്രി മുഴുവൻ നമ്മൾ കാത്തിരുന്ന്. അതെ, നമ്മളെ ബാപ്പാന്റെ 2ാം കുടിയിൽ ഒരു മോനുണ്ട്, വീരാൻ. ഓനുമായിട്ടിങ്ങനെ നമ്മള് പഴയ കഥയൊക്കെ പറഞ്ഞ് ഇരുന്നു പോയി. അയ്യേ, നിങ്ങളെ കുടുംബക്കാരെ മുഴുവൻ ഇങ്ങനെ 2ാം കുടി 3ാം കുടി എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെയാ? നമ്മള് പാരമ്പര്യമായിട്ട് അങ്ങനെ. മാത്രമല്ല എന്റെ പൊന്നൈഷ, പണം തികയാണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ആരുടെ മുമ്പിൽ കൈ നീട്ടി ഇതുവരെ അങ്ങനെ ശീലമില്ല. നിങ്ങൾ ആരുടെ മുന്നിലും കൈ നീട്ടരുത്. നിങ്ങൾക്ക് എത്ര കൈ ഇനി വേണം? നീ ഒരു 19,000 രൂപ കുറവുണ്ട്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പിടിക്ക്, എന്താന്ന് വെച്ചാ ചെയ്തോ. ഓ, ഇന്നലെ ഞങ്ങളെ അന്വേഷിച്ച ഒരാള് വന്നിരുന്നു. ബാങ്കിൽ നിന്നായിരിക്കൂടാ. പണം ഇങ്ങനെ ബാങ്കിൽ ഇടാൻ വേണ്ടി അവരിങ്ങനെ പുറയിൽ നടക്കണം. ഓരോരോ മെനക്കേട് നടക്കണം. അത് ശരിയാ. നമ്മളെ കയ്യില് 10 കായ് ഉണ്ടെന്ന് പറഞ്ഞാൽ കിടക്കപ്പുറത്ത് തരത്തില്ല. ശരിയാ. എന്നാലും ഞാൻ അയാളെ എവിടെയോ കണ്ട പോലെ. എവിടെ കാണാൻ? എടാ, ഒരാളെ പോലെ 9 പേരുണ്ട്. ഏതാണ് ഇവൻ? മറ്റേ കാര്യങ്ങൾ മറക്കല്ലേട്ടാ. എന്ത് കാര്യം? ഓ, ആ ഒരുമട്ടുള്ള മൊഴി ചെല്ലണ കാര്യം. എന്റെ കൽബ ഇന്നലെ തന്നെ അവളെ മൊയ്യല്ലേ. വേണമെങ്കിൽ നമ്മൾ പോയി കുളിച്ചു വന്നിട്ട് ഒന്നും കൂടെ ശരിക്കും മൊയ്യല്ല. പിന്നെ നീ പുറത്തോട്ട് അധികം ഇറങ്ങി നടക്കണ്ട. ആൾക്കാർ ഇനിയും വന്ന് എന്നെ ചോദിക്കും. കോടികളാണുള്ളത്, പറഞ്ഞു കൊടുക്ക്. നടക്കണ്ട, പുറത്തേക്ക് പോകണ്ട, ഞാനും പോണില്ല. എന്റെ പടച്ചോനെ, നീ എന്റെ പ്രാർത്ഥന കേട്ട്. അതെന്ത് പ്രാർത്ഥനയാണ്? നീ പറയണ്ട, പൊയ്ക്കോ. ഇനി അക്കൗണ്ടിൽ കാശില്ല എന്നും പറഞ്ഞ് വിഷമിക്കരുത്. ഈ സ്വർണം കൂടി വെച്ചോ. നന്നായി, ഒരു ബൈക്ക് ഇറങ്ങണല്ലേ. ഇതാവുമ്പോ ആ ബാങ്കിൽ തന്നെ പണയം വെക്കാൻ. ഓളെ മൊഴി ചൊല്ലിയോ? മൊയ് ചൊല്ലിയെന്നാ മിനിഞ്ഞാന്ന് ചെല്ലില്ലേ മൊയ്? മിനിഞ്ഞാന്നേ മൊഴി ചൊല്ലിന്നോ? ഇന്ന് മൂപ്പര് വാക്ക് തന്നാണല്ലോ ഇന്ന് മൊഴി ചൊല്ലുന്നു. എന്നിട്ടെങ്ങനെ മിനിഞ്ഞാന്നേ മൊഴി ചൊല്ലി? എന്തെങ്കിലും ആട്ടെ, മൊഴി ചൊല്ലിയല്ലോ, അത് മതി. അവക്ക് അങ്ങനെ തന്നെ വേണം.
അവനെ ഇവിടെ ഒളിപ്പിച്ചതിന് 2 പേർക്കും 2 വർഷം തടവ് ലഭിക്കും. സമാധാനം. 2 വർഷമല്ലേ ഉള്ളൂ, സാരമില്ല. ഷടം. തടവ് സെൻട്രൽ ജയിലില്ല. അല്ല, ഞമ്മക്കറിയാമല്ല ഞാൻ ചോദിക്കാണ്, ആരൊളിപ്പിച്ചാരാണ് ഈ പറയണത്? ആരെയാ ഒളിപ്പിച്ചെന്നോ? ആ, ഇവിടെ കുറെ നാളെ ഒളിച്ചു താമസിച്ച ഒരുത്തനുണ്ടല്ലോ, അവൻ തന്നെ. അതാരാ? നിങ്ങളുടെയൊക്കെ കെട്ടിയവനാന്നും പറഞ്ഞ് ഇവിടെ താമസിച്ചവൻ. ആര്? കുഞ്ഞിക്കാതറ. കുഞ്ഞിക്കാതർ തന്നെ. അവൻ ആരാണെന്നറിയാമോ? എന്റെ കെട്ടിയോൻ. ഓളല്ലേ എന്റെ കെട്ടിയോൻ. കുപ്രസിദ്ധ മോഷ്ടാവായി നടക്കുന്ന ക്ലാപ്പന ബീരാൻകുട്ടി അവൻ. 10-20 കേസിലെ പ്രതിയാവൻ. മോഷണം, വഞ്ചന, ബലാത്സംഗം, കൊലപാതകം. അവൻ അഭയം കൊടുത്തതിന് 2 പൊക്കി അകത്തിരിഞ്ഞു. ആട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ, എന്റെ പണം പോയി സാറേ. എന്റെ പണവും പോയി, പണ്ടും പോയി. എത്ര രൂപ വെച്ച് 2 പേർക്കും പോയി? എന്റെ 1.5 ലക്ഷം രൂപയും പോയി, 2 പവന്റെ 2 വളയും പോയി. സാറേ, എന്റെ 1.5 ലക്ഷം രൂപ 2 വലിയ മോതിരവും പോയി. എന്തായാലും എഴുതി തന്നേരും. ഭർത്താവാന്നും പറഞ്ഞ് ആരെങ്കിലും വന്ന് കയറിയാ ശ്രദ്ധിക്കണ്ടേ? ഉമ്മ എന്നാലും എന്റെ ഉമ്മ പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടിയില്ല. നിങ്ങൾ എന്ത് ഉമ്മയാണ്? നിങ്ങളാണോ പള്ളുരുത്തി ചന്തയെ ഇളക്കി മറിച്ച മേരി? കഷ്ടം. നിങ്ങളെ കെട്ടിയവനാന്ന് പറഞ്ഞൊരു ഫ്രോഡ് വന്നിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഒന്ന് നിർത്തന്നെ അപ്പോ. പോയ പണ്ടങ്ങളുടെ കൂട്ടത്തിൽ എന്റെ അമ്മ തന്നൊരു മോതിരം ഉണ്ടായിരുന്നു, 2.5 പവനാണ്, അതും പോയി. അതിബുദ്ധി കാണിക്കുന്നവർക്കേ ഇങ്ങനെ അബദ്ധം പറ്റും. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഉമ്മ അങ്ങക്ക് അങ്ങനെ സംശയം പോലും തോന്നിയില്ല? എന്റെ അബു, അങ്ങനെ കണ്ട സമയം മുതൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തതാ. മുത്ത്, നീ എന്നെ മറന്നു. പടച്ചോനെ, ഈ പിച്ചക്കാരൻ എന്തൊക്കെ ഈ പറയുന്നേ? ഓ, ഇങ്ങനെയൊന്ന് പ്രാന്താശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ അങ്ങ് ആരുമില്ലേ? ഈ വന്നത് കുഞ്ഞിക്കാതറാണെന്ന് പറയുന്നു. കുഞ്ഞിക്കാതറാണെന്നതിന് എന്താ തെളിവ്? ഇയാള് കുഞ്ഞിക്കാതറാ? പക്ഷെ ആ ഉരുമ്പിട്ടോൾ അങ്ങേരെ തട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ ഉമ്മയുടെ കണ്ണു മഞ്ഞളിച്ചു. ആ, ഇതാ പറയുന്നത്, അത്യാഗ്രഹം വന്ന സത്യം അറിയാൻ പറ്റില്ല എന്ന്. ഞാൻ താമസിച്ചോ? ഇല്ല, വളരെ നേരത്തെയാ. ഞാനിവിടെ 1 മണിക്കൂറെ കാത്തു നിൽക്കാം. നിന്ന് എനിക്ക് വേറെ ഇറങ്ങി. സോറിയടാ, വന്നപ്പോ ആദ്യം കണ്ട ബസ്സിലും കേറി. അതാണെങ്കിൽ ലോകമായ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയ വന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഒരു ജോലി, അത്രേ ഉള്ളൂ. ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. സിറ്റി താമസിക്കുന്ന നിനക്ക് അവിടെ ഒരു 150 ജോലി കിട്ടും. അതിനൊന്നും പോകാതെ ഈ ഓണം കയറാൻ മൂലയിൽ വരുന്നതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. ഡാ, ഇവിടെ ആവുമ്പോ സമാധാനമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാലോ. ഈ സുന്ദരി ബുക്കില്, അതും ഖദീജയുടെ ചായക്കടയില്. ഹെടി, നിന്റെ കാര്യം ഇനി കട്ടയും പടവാ. ആ ഖദീജ നിന്നെ പോസ്റ്ററാക്കിയില്ലെങ്കിലേ എന്റെ പേര് ഞാൻ മാറ്റിക്കോളാം. ഇതൊന്നുമല്ല, മറ്റെന്തോ പദ്ധതിയുണ്ട്. വാ, നടക്ക്. നിനക്കറിയാലോ, അമ്മയ്ക്ക് അസുഖമാണ്. ട്രീറ്റ്മെന്റിന് നല്ല പണം ആവശ്യമുണ്ട്. ചെറിയ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കാലോ. പിന്നെ ടൗണിലാവുമ്പോ ജോലി ചെയ്യുന്ന എല്ലാരും അറിയുമല്ലോ. അത് ശരി. ഇതാവുമ്പോ രഹസ്യമായിട്ട് ജോലി ചെയ്ത് കഴിയാലോ. പിന്നെ തനിക്ക് പരിചയത്തോട് താക്കാൻ പോവാ. വല്ല ഗുരുമാൽ എന്തേലും വന്നാ എന്റെ പേര് പറഞ്ഞേക്കരുത്. സംഗതി പെണ്ണുകേസാവേ. ഉറപ്പായിട്ട് എന്ത് പ്രശ്നം വന്നാലും ആദ്യം നിന്റെ പേരെ പറയൂ. അയ്യോ, നീ വന്നാലല്ലേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. അത്യാഗ്രഹം വന്ന സ്വന്തം കെട്ടിയവനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാ. പണത്തിനോടുള്ള ആർത്തി കാരണം പെണ്ണുങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഓ,
പണത്തിനോട് ആർത്തിയില്ലാത്ത ഒരു മനുഷ്യൻ, പാവം. അത് തന്നെ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ. എടോ, അവൻ എല്ലാരെയും പറ്റിച്ചു. എന്നെയും ആ പൊട്ടം പ്രസിഡന്റിനെ ഒക്കെ പറ്റിച്ചു. പക്ഷെ കെട്ടിയ പെണ്ണുങ്ങൾക്ക് കെട്ടിയവനെ മാറി പോവോ? അവനെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ല പെടപെടയ്ക്കാമായിരുന്നു. പിന്നെ താൻ മറിക്കും. എടോ, അവൻ ക്ലാപ്പന സുലൈമാൻ എന്ന് പറഞ്ഞ ഗുണ്ടയാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ കുഞ്ഞിക്കാദറിന്റെ സഹോദരൻ. ഹ്, കണ്ടില്ലേ ഒരു അച്ചിരി വാർത്തെടുത്ത പോലെ. പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ആർക്കായാലും അങ്ങനെ തോന്നൂ. ഒറിജിനലിനെ വെല്ലുന്നതാ ഡ്യൂപ്ലിക്കേറ്റ്. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവൻ ചില സമയത്ത് കോഴിക്കോട് ഭാഷ സംസാരിക്കും, ചിലപ്പോ തിരുവനന്തപുരം ഭാഷ, ചിലപ്പോ കൊച്ചി ഭാഷ. അല്ല മെമ്പറെ, നിങ്ങൾ അവനെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയപ്പം കള്ളത്താടിയാണെന്ന് അറിഞ്ഞില്ലേ? അതുകൊണ്ട് അവനെ പിടിച്ചൂടായിരുന്നോ? എടോ, അതല്ലേ അവന്റെ ബുദ്ധി. ബാർബർ ഷോപ്പിന്റെ സമീപം വന്നപ്പോ അവൻ പറയാ പൈസ തന്നാ മതി, അവൻ പൊക്കോളാന്ന്. പിന്നെ ഞാനും പ്രസിഡന്റും കാശ് കൊടുത്തിട്ട് ഒരു ചായ കുടിക്കാൻ പോയി, മമ്മന്റെ കടയിലെ. ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോ അവനും വന്നു. ഓ, ഇങ്ങനെ ഒരു പൊട്ടം പ്രസിഡന്റ്, ആർത്തിക്കാരൻ മെമ്പർ. അല്ല, നമ്മൾ ആലോചിക്കുന്നതല്ല, ഈ കുഞ്ഞിക്കാതർക്ക് ആ കള്ളരും തമ്മിൽ എന്താ ബന്ധം? ആ SI പറഞ്ഞത് കേട്ടില്ലായിരുന്നു? ഈ കുഞ്ഞിക്കാരന്റെ അടുത്ത് അവൻ കുറെ നാളുണ്ടായിരുന്നു, അങ്ങ് ദുബായിൽ. അന്ന് ഇവിടുത്തെ വിവരമൊക്കെ അവൻ മനസ്സിലാക്കി. അവിടുന്ന് കുഞ്ഞിക്കാദറിന്റെ കയ്യിലെ പണം അടിച്ചു മാറ്റിയാ ഇങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുന്നതേ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ കുഞ്ഞിക്കാദറിന് കഴിയുന്നുണ്ടെന്ന്. അവിടുന്ന് കുഞ്ഞിക്കാദറിന്റെ കയ്യിലെ പണം അടിച്ചു മാറ്റിയാ ഇങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുന്നതേ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ കുഞ്ഞിക്കാദറിന് കഴിയുന്നുണ്ടെന്നാ. അതെന്താ മെമ്പറെ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ കള്ളന് നല്ലപോലെ അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞിക്കാദർ അത്ര കാര്യമായിട്ട് അവനോട് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നേ. അതിനർത്ഥം കുഞ്ഞിക്കാദറിന് നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടെന്നാ. ഇനി വല്ല ചാരന്മാരെ ഇവിടെ നിർത്തിയിട്ടുണ്ടോ ആവോ? ഏയ്, ഞാനല്ല. അമ്മച്ചിയാണ്, തിരുവിതാംകോട് ദേവിയാണ്, ഞാനല്ലേ. എല്ലാരെയും ഒന്ന് നിരീക്ഷിച്ചോണേ ആയിഷ. അത് പോട്ടെ, അയാള് കെട്ടിയവനാണെന്ന് കരുതി എന്തേലും അതിക്രമം എപ്പോഴെങ്കിലും നിങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? എന്തതിക്രമം? അല്ല, ഈ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള അല്ലറ ചില്ലറ എന്തല്ല ചില്ലറ പരിപാടി? എന്താണ് മെമ്പറെ പറയ്. നിങ്ങളുടെ ചരിത്രം വല്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ടോന്നാ പപ്പേട്ടൻ ചോദിക്കുന്നത്. ചരിത്രമല്ലടോ, ചാരിത്രം. തനിക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നിയടോ? ദേ, എന്റെ അടുത്ത് വന്നാലുണ്ടല്ല അവനെ ഞാൻ തിളച്ച ചൂടുവെള്ളം കോരി ഒഴിക്കും. ദേ, ഈ ഒരടി അകലത്തില അവരെ ഞാൻ നിർത്തിയത്. എന്റെ അടുത്ത് ഞാൻ അടുപ്പിച്ചിട്ടൊന്നുമില്ല. ആ, പിന്നെ അവള് പിന്നെ എന്തും ചെയ്യുമല്ലോ. ആണടി, ഞാൻ അങ്ങനെ എന്റെ കൂടെ തന്നെയാ നിർത്തിയത്. ഞാൻ അങ്ങ് സഹിച്ചു. നിന്നെ പോലെ ഒളിച്ചു പാത്ത് നടന്നിട്ട് പുറത്തിറങ്ങി ശീലാവധി സമയത്തില്ല. ഈ സമ്മതിച്ചല്ല, ഞമ്മക്ക് അത് മതി. ഇവിടെ ഇരുന്ന് എല്ലാരും കേട്ടല്ലോ. ഇനിയിപ്പോ ഞമ്മള് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി കുഞ്ഞിക്കാതിർക്ക വരുമ്പോ നിങ്ങൾ അങ്ങ് പറഞ്ഞാ മതി. അയ്യ, പറയാവടി, ഞാൻ തന്നെ പറയാം. അതിനു മുമ്പേ എന്റെ മോൻ അബു നിന്റെ മുറി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ തോന്നിവാസങ്ങളൊക്കെ അതിലുണ്ട്. അത് ഞാൻ ഇക്കെ കാണിക്കും. നിന്റെ മോൻ ആ പൊട്ട ശുക്കൂറിന്റെ പോലെ അല്ല. എന്റെ മോൻ ബുദ്ധിമാനാ, ബുദ്ധിമാൻ, ഒരു മല ബുദ്ധിയുള്ളവൻ. ഡീ, നിന്റെ പൊട്ടമോൻ ക്യാമറ വെച്ചെന്നാ? അത് ക്യാമറയൊന്നല്ലായിരുന്നു. ബൈ ബൈ. എന്ത്? ആ, എന്തോ ഒരു ബൈ. എന്താ മെമ്പർ അതിന്റെ പേര്? ബൈനോക്കുലർ, ദൂരദർശിനി. ആ, ബൈനോ കുലറാണ്. ആ, കുന്ത്രാണ്ടമായിരുന്നു. എടി, അതിനകത്തൊന്നും പിടിക്കൂല. എടി, നിന്റെ മോൻ തോന്നിയാസ കാണിക്കാൻ കൊണ്ടു നടക്കണത് ക്യാമറയെന്ന് പറഞ്ഞ് നടക്കുക. അതെങ്ങനെ? പശുവിനെ കെട്ടാൻ പോലും അവൻ സ്കൂളിന്റെ പരിസരത്ത് പോയിട്ടില്ല, ഓടിയുള്ളത്. എന്തായാലും എന്റെ മോൻ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ട്. ഇക്കൊന്ന് വന്നോട്ടെ, നമുക്ക് കാണാം. അതവിടെ നിക്കട്ടെ. സത്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? എന്റെ മെമ്പറെ, അയാള് കള്ളനായിരുന്നെങ്കിലും മാന്യനായിരുന്നു. അയാളുടെ ഇക്കയുടെ ഭാര്യയാണെന്നുള്ള രീതിയിലാ എന്നോട് പെരുമാറിയത്. പിന്നെ ഇവളോട് എങ്ങനെയായിരുന്നത് എനിക്കറിയില്ല. എന്തായാലും പോലീസിൽ ഒരു പരാതി കൊടുക്കണം. എന്നിട്ട് വേണം ഇനി അവൻ നിങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും അപരാധം പറഞ്ഞു നടക്കാൻ. എന്താ പരാതാ മെമ്പറെ പറയുന്നേ?
എടോ ഇവര് പറയുന്ന സത്യം. ആ ആ ഇനി പോലീസ് പിടിക്കുമ്പോ അവൻ പറഞ്ഞാലോ രണ്ടും എന്റെ കെട്ടിയോളുമാരാണെന്ന്. അത് മാത്രമല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ചാലോ. ഓ അതാണ് അവൻ ഇവരോട് മാന്യമായി പെരുമാറിയത്. അതെ അതെ. ഒരു മുഴം മുമ്പേ എറിഞ്ഞിട്ടു. ആ. അതുകൊണ്ടേ ഇനിയിപ്പൊ കേസിനും വഴക്കിനൊന്നും പോകണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആ മെമ്പറെ ഒന്ന് തന്നെ. എന്താ ഖദീജ? അവള് കേക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. അന്ന് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഓ ഈ മെമ്പറോട് എന്ത് പറഞ്ഞാലും മറന്നു പോകും. ഒരാഴ്ച മുമ്പല്ലേ ഞാൻ പറഞ്ഞത്. ഓ അക്കാര്യം. മുട്ടിന് രണ്ടും നല്ല വേദനയാ മെമ്പറെ. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ടാ സഹായത്തിന് ഒരാളെ വേണോന്ന് പറഞ്ഞത്. അതിനെന്താ, അത് നല്ല കാര്യമല്ലേ? പെൺകുട്ടികളൊക്കെ ഇപ്പൊ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ. ഓട്ടോറിക്ഷ ഓടിക്കാനും വിമാനം പറത്താനും എന്തിന് തെങ്ങ കയറാൻ പോലും ഇപ്പൊ പെണ്ണുങ്ങളാ. ധൈര്യമായിട്ട് നിർത്തുന്നേ. അല്ല മെമ്പർ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ ആ നീലിനോട് പറഞ്ഞിരുന്നു. അവനിപ്പോ എന്തോ കച്ചവട പരിപാടിയൊക്കെയാ. എന്തായാലും ഖദീജ വിഷമിക്കാതെ, മുട്ടുവേദന മാറും. ഖദീജയെ സഹായിക്കാൻ ഒരാളെത്തും. പണ്ട് എന്നെ ഇവിടെ സഹായിക്കാൻ ഒരു ബ്യൂട്ടി പാർലറുകാരി വന്നായിരുന്നു. എന്നെ പറ്റിച്ചില്ലെങ്കിലും അവൾ ഒരു കള്ളിയായിരുന്നു. പിന്നെ കുഞ്ഞിക്കാതർ എന്ന് പറഞ്ഞ് വേറൊരാള്. അയാൾ എന്റെ പണവും ഒക്കെ കൊണ്ടുപോയി. ഇനി വരുന്നത് എങ്ങനെ ആവോ എന്തോ.